കവടിയാർ കൊട്ടാരത്തിൽ ഇത് ക്രിസ്മസ് രാവ്. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബസേലിയോസ് ക്ലീമീസ് കാത്തോലിക്ക ബാവയാണ് കവടിയാർ കൊട്ടാരത്തിൽ ക്രിസ്മസ് ആശംസകളുമായി എത്തിയത്. രാജകുടുംബാംഗങ്ങൾ സ്നേഹാദരവോടെയാണ് കരോൾ സംഘത്തെ സ്വീകരിച്ചത്. ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തവർക്കെല്ലാം കൊട്ടാരത്തിൽ നിന്ന് ക്രിസ്മസ് കേക്ക് നൽകി. മാർ ഇവാനിയോസ് വിദ്യാനഗറിലെ സെന്റ് മേരീസ് മലങ്കര മേജർ സെമിനാരിയിലെ വൈദിക വിദ്യാർത്ഥികളുടെ ഗാനസംഘമാണ് കരോൾ ഗാനങ്ങൾ ആലപിച്ചത്. ഇതിനു മുൻപും ഞങ്ങളിവിടെ വന്ന് ക്രിസ്മസിന്റെ ആശംസകൾ അറിയിക്കുകയും ക്രിസ്മസിന്റെ സമ്മാനങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭാഗ്യസ്മരണാർഹനായ മാർ ഇവാനിയോസ് തിരുമേനിയുടെ കാലം മുതൽ ഈ കൊട്ടാരവുമായി ഈ കുടുംബവുമായി വളരെ അടുത്ത ഒരു ബന്ധം എല്ലാ കാലത്തും സൂക്ഷിക്കുന്നതിലും അതിൽ അഭിമാനിക്കുന്നതിലുമെല്ലാം നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനിവിടെ തിരുവനന്തപുരത്ത് ചുമതലയേൽക്കുമ്പോൾ ആദ്യം അത് സന്ദർശിച്ച 3 കേന്ദ്രങ്ങളിൽ ഒന്ന് കൊട്ടാരമാണ്. ഗവർണറും മുഖ്യമന്ത്രിയും ഈ കൊട്ടാരവും ആയിരുന്നു പ്രധാനമായി ഇതിനാദ്യം വന്ന് സന്ദർശിച്ച സ്ഥലങ്ങൾ. ഒരു സവിശേഷമായ ബന്ധം ഈ സഭയുമായി എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു കുടുംബമാണ്. ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഒരു കോർഡിയാലിറ്റി അത് വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുന്നു. കർദിനാളായി റോമിൽ നിന്ന് തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ ആദ്യം കൊട്ടാരത്തിൽ വന്നപ്പോൾ അന്ന് വളരെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ ഉത്രാടം തിരുനാൾ വളരെ കരുതലോടുകൂടി തിരുമേനി എന്നെ സ്വീകരിച്ചു. എനിക്ക് വലിയ സമ്മാനം നൽകി. അദ്ദേഹം തനിയെ എടുത്ത വത്തിക്കാന്റെ ഫോട്ടോ സമ്മാനമായിട്ട് നൽകിയതോ. ഈ സന്ധ്യയിൽ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും ഈ ഭവനത്തിലേക്ക് വന്നിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട സന്തോഷത്തിന്റെ നല്ല വാർത്തയും ആശംസയുമായി ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു. ഞങ്ങളെ വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിലാണ് ഇന്ന് സന്ധ്യയിൽ ഞങ്ങൾ എത്തിയിരിക്കുക. വ്യക്തിപരമായി ഞങ്ങൾക്ക് ഒരു അഡീഷണൽ റീസൺ കൂടിയുണ്ട്. ഇവിടുത്തെ പുതിയ തലമുറകളിലെ മക്കളൊക്കെ മാർ ഇവാനിയോസ് കോളേജുമായി ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവരോട് എല്ലാവരോടും ഉള്ള പ്രത്യേകമായ സ്നേഹമുണ്ട്. അവർക്ക് വലിയ സ്നേഹവും ആദരവും സ്ഥാപനത്തോടും ഞങ്ങൾ എല്ലാവരോടും എപ്പോഴും അവർ കാണിക്കുന്നുണ്ട്. ജോയ് ടു ദ വേൾഡ്, ലോകത്തിന് മുഴുവൻ സന്തോഷം. യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് മാലാഖമാർ അങ്ങനെയാണ് അറിയിച്ചത്. ജോയ് ടു ദ വേൾഡ്, ലോകത്തിന് മുഴുവൻ സന്തോഷം. എല്ലാ ജനത്തിനും സന്തോഷം, എല്ലാ ജനത്തിനും സദ്വാർത്ത. ക്രിസ്ത്യാനികൾക്കെല്ലാം സന്തോഷ വാർത്ത എന്ന് വേദപുസ്തകത്തിൽ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ജോയ് ടു ദ ഹോൾ വേൾഡ്, എല്ലാ മനുഷ്യർക്കും സകല ജനങ്ങൾക്കുമുള്ള സന്തോഷത്തിന്റെ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് ആ വലിയ ദൂത് ലഭിച്ചത്. അത് ഓർമ്മപ്പെടുത്തലും സത്യമായ സ്വർഗത്തിന്റെ അറിയിപ്പുമാണ്. യേശുക്രിസ്തു മനുഷ്യരൂപത്തിൽ ദൈവം മനുഷ്യനായി പിറന്നതിന്റെ സന്തോഷമാണ് അറിയിക്കുക. ആ സന്തോഷം പരസ്പരം പങ്കിടുന്നത് ക്രൈസ്തവ ശുശ്രൂഷയുടെ ഭാഗമാണ്. ആ സ്നേഹം അറിയിക്കുകയും അനുഭവിക്കുകയും പകരുകയും സ്വീകരിക്കുകയും ചെയ്യുക ഏതൊരു മനുഷ്യന്റെയും സന്തോഷത്തെ വർത്തമാനമാക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ സഭയ്ക്ക് വേണ്ടി വൈദികരാകുന്നതിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിംഹാസന്മാരാണ് ഇന്ന് കരോൾ സർവീസ് നടത്താനായി വന്നിരിക്കുക. നാലാഞ്ചിറക്കത്തിലെ ഏറ്റവും ഉയർന്ന മലയിൽ താമസിക്കുന്നവരാണല്ലോ.
വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരോട് ഈ കാര്യം പറഞ്ഞത്. ഡിസംബർ മാസത്തെ തണുത്ത രാത്രിയിൽ തിരുപ്പിറവിയുടെ സന്ദേശവുമായാണ് ആ സംഘം കൊട്ടാരത്തിലെത്തിയത്. കർദിനാളിന്റെ നേതൃത്വത്തിൽ വന്ന ലാഞ്ചിറമാർ ഇവാനിയോസ് വിദ്യാനഗർ സെന്റ് മേരീസ് മലങ്കര മേജർ സെമിനാരിയിലെ വൈദിക വിദ്യാർത്ഥികളുടെ സംഘം. മാഷന്മാരോടും കൂടി ഈ പരിശീലനം നൽകി ഇവിടെ വന്നിരിക്കുക. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളായ നിങ്ങൾക്ക് എല്ലാവർക്കും ഐ വിഷ് യു എ വെരി ഹാപ്പി ക്രിസ്മസ്. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം കൂടെ ഇരിക്കട്ടെ. തുടർന്നും ഈ കുടുംബത്തിന്റെ വലിയ പൈതൃകമായ എല്ലാവരോടുമുള്ള അതിർവരമ്പുകളില്ലാത്ത സാഹോദര്യത്തിന്റെ മഹത് സന്ദേശമാണ് ക്രിസ്മസ് എന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു കർദിനാൾ നയിച്ച കാരൽ സംഘത്തിന്റെ കൊട്ടാര സന്ദർശനം. പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അല്പസമയം കാത്തിരുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയാണ്. രണ്ട് വിശിഷ്ട അതിഥികളിൽ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ അമ്പരാട്ടി ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ ഇത്രയും മീഡിയക്കാരോട് കാണുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഇവർ നേരത്തെ തന്നെ വന്ന് സ്ഥലം പിടിച്ചിരിക്കുകയാണ്. എല്ലാവരെയും ഈ ക്രിസ്മസിന്റെ നാളുകളിൽ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രധാനമായി കാരോൾ സർവീസ് ആണല്ലോ. പിന്നീട് ഇവിടെ തരുന്ന കേക്ക് രണ്ടൈറ്റമാണ്. അപ്പൊ കാരോൾ സർവീസിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായിട്ടും കുട്ടിക്കാലത്ത് ഇവരെയൊക്കെ കാട്ടിൽ കൊച്ചായിട്ട് പ്രാപ്യത്തെ കാലം തൊട്ട് ഇവിടെ വന്ന് ഈ കാരൽസ് പാടിക്കൊണ്ടിരുന്ന കാലങ്ങൾ ഞങ്ങൾ ഓർക്കുന്നില്ല. പിന്നെ അത് ഇടയ്ക്ക് നിന്നുപോയി. ഐ തിങ്ക് ഞങ്ങളുടെ ഓർമ്മയിൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഉണ്ടായിരുന്നപ്പോഴാണ് ഒടുക്കം ഇങ്ങനെ ഒരു ഇത് നടന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുമേനി വന്നിട്ടാണ് 3 കൊല്ലം മുമ്പേ ഈ കുട്ടികളെല്ലാം പലരും കണ്ടു കാണുമെന്ന് പാടാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഈ ബന്ധം നിലനിർത്താനും പോഷിപ്പിക്കാനും. എന്നും നിങ്ങൾക്കൊക്കെ നന്മ ഉണ്ടാകട്ടെ. ക്രിസ്മസിന് മാത്രമല്ല, ന്യൂ ഇയറിന് മാത്രമല്ല, എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഞങ്ങളൊക്കെ രാത്രി കിടക്കുന്നതിന് മുമ്പേ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാണ് ഉറങ്ങുന്നത്. ചാന്താത്തൊക്കെ അണിഞ്ഞെത്തിയ വൈദിക വിദ്യാർത്ഥികൾ ഗാനങ്ങൾ ആലപിക്കുന്നത് കവടിയാർ കൊട്ടാരത്തിനുള്ളിൽ. ക്രിസ്മസിന്റെ സന്തോഷവും സാഹോദര്യവും നന്മയും എല്ലാം ചേർത്ത് ചുറ്റപ്പെടുത്തിയ ഗാനങ്ങൾ കൊടുത്ത സ്വർഗീയ അന്തരീക്ഷം. പാടുന്നു ആമോദത്തോടെ ദൈവമേ
നന്ദി ഗോഡ്. ഇനിയോ നമ്മൾ എന്ത് ചെയ്യും? പാവം തിരുമേനിങ്ങനെ മുട്ടോണ്ടിരുന്നാൽ നിങ്ങൾ ആരെങ്കിലും പ്ലേറ്റ് കൊണ്ടുവരണം. അല്ലാതെ അവിടെ നിങ്ങളെ വൃത്തിയായിട്ട് കൊണ്ടുപോകുക ഒരേ വലിപ്പത്തില്ല. ആരാണ് സ്മാർട്ടായിട്ട് നോക്കുന്നത് ഒരേ കർദിനാൾ മാർക്കസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാബയുടെ നേതൃത്വത്തിലായിരുന്ന കാര്യം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായിയും പൂയം തിരുനാൾ ഗൗരി പാർവതിഭായിയും കുടുംബാംഗങ്ങളും ചേർന്നാണ് കാരൽ സംഘത്തെ സ്വീകരിച്ചത്.